ഹലോ എവ്രിവൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള 100% ഓർഗാനിക് ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇതൊരു വരിക്കച്ചക്കയാണ്. അപ്പോൾ അതിൻ്റെ പച്ചച്ചുളയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അധികം മധുരമൊന്നും ഇല്ലാത്ത, പുളിയൊന്നും വരാത്ത പച്ച ചക്കയാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ ചക്കയുടെ മേലത്തെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ചക്കയുടെ ഒരു ചുള മാത്രം നമുക്ക് ഇതേപോലെ പിച്ചിയെടുക്കാം. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മുറിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. കത്തിയുടെ ആവശ്യം പോലും വരില്ല. അപ്പോൾ ചക്കയുടെ ആ നല്ല ഭാഗങ്ങൾ മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുരു ആവശ്യമുണ്ടെങ്കിൽ കുരും എടുത്ത് വെക്കാം. ഞാനിതിൽ കുറച്ച് കുരു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ചക്കയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ചക്കച്ചുളയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഞാനൊരു 10-20 ചക്കച്ചുളയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ പുതിയ തലമുറകൾക്ക് മിസ്സായി പോയിട്ടുള്ള ഏറ്റവും പോഷകസമൃദ്ധമായ വിഭവങ്ങളിൽ ഒന്നാണ് ചക്ക. നമ്മൾ ഇന്നുണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയിൽ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസും മിനറൽസും കാൽഷ്യവും ഒട്ടും നഷ്ടമാവാതെ അതിൻ്റെ തനതായ രുചിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മധുരം വെക്കാത്ത പച്ചച്ചക്കയായതുകൊണ്ട് ഇത് പ്രമേഹ രോഗികൾക്ക് പോലും വളരെ ഗുണകരമാണ്. സോല്യൂബിൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷനും ഏതുതരം ഡയറ്റ് എടുക്കുന്നവർക്കും അനുയോജ്യമാണ്. ഈ ഒരു റെസിപ്പിയിൽ തികച്ചും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണ പോലും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള ചക്കയും തേങ്ങയും മാത്രം തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റായി വരുന്നത്. ചക്കയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയതുകൊണ്ട് ഇത് നമുക്ക് രക്തക്കുറവിനും കാഴ്ച സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വളരെയധികം പ്രയോജനകരമാണ്. ഇത് മണ്ണൊന്നും തട്ടാത്ത ഒരു ചക്കയാണ്. എന്നാലും ഒരു പ്രാവശ്യം നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ കഴുകി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രെയിനർ ആയതുകൊണ്ട് വെള്ളമൊക്കെ അതിൽ നിന്ന് ഊറിപ്പോയിക്കോളും. ഇനി ഞാനിത് വേവിക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരൊറ്റ വിസിലിൽ നമുക്കിത് വെന്ത് കിട്ടും. നമുക്കിത് ചട്ടിയിലൊക്കെ അടുപ്പത്ത് വെച്ചും വേവിക്കാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇത് നമ്മുടെ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനുള്ളത്ര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ചെരിച്ച് നോക്കിയാൽ നമുക്ക് കാണാം എത്ര വെള്ളം അതിലുണ്ടെന്ന്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് കലങ്ങി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 മുറിച്ചെടുത്ത ചക്കക്കുരു കുറച്ച് എണ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയെ പോലെ തന്നെ ചക്കക്കുരുവിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ കുക്കറൊന്ന് മൂടി വെച്ച് അടുപ്പത്ത് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആകെ ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചക്ക നല്ലോണം വെന്ത് ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരൊറ്റ വിസിൽ വന്നാൽ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് നമുക്ക് മൂടി തുറന്നാക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരവ് ചേർക്കണം. അതിനായിട്ട് നമുക്കൊരു അരമുറി തേങ്ങ, 1 പച്ചമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 4-5 അല്ലി വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയും ജീരകമൊക്കെ നമുക്ക് ഡൈജഷനും നല്ലതാണ്. മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് 2 പൊട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയൊരു പച്ചമുളക് ആയതുകൊണ്ടാണ് 1 എടുത്തത്. ചെറുതാണെങ്കിൽ നമുക്ക് 2 എടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നമ്മുടെ കുക്കറിൽ ചക്കയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങയുടെ അരവും റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിത് നന്നാക്കി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായി പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കരുത്. ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ ചെറുതായിട്ടൊരു തേങ്ങയുടെ തരി പോലെ തന്നെ കാണും. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ വിസിൽ തന്നെ നമുക്ക് ഈ ഒരു ചക്ക വേവിക്കാനായിട്ട് മതി. അപ്പോൾ നമുക്ക് ഒരു സ്പൂണിൻ്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചക്ക ഉടച്ചു കൊടുക്കാം. വീണ്ടും നമ്മളൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ടാണ് തേങ്ങയുടെ അരവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ചിട്ട് ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ജാറിലുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് 1-2 തിള വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ചക്കക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ചൂട് തണയും തോറും ഇതൊന്ന് തിക്കായി വരും, ഒന്ന് കുറുകി വരും. കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസിൽ
ഏറ്റവും കൂടുതൽ പോഷകസമൃദ്ധമായ ഒരു ഫുഡാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കാണാൻ നമുക്ക് വലിയ അട്രാക്ഷനായി തോന്നില്ലെങ്കിലും ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാൽ തീർച്ചയായും വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു നേരത്തെ ചോറ് സ്കിപ്പ് ചെയ്ത് ഒരു പ്ലേറ്റ് ഈ ചക്കക്കറി മാത്രം കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്രയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഈ ഒരു ചക്കക്കറി. അപ്പോൾ നമ്മൾക്കും ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ശീലിക്കാം. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനൊക്കെ അങ്ങനെയാണ് കഴിക്കാനായിട്ട് പഠിച്ചത് തന്നെ. കുറച്ച് പച്ച കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് വറവൊന്നും ഇട്ട് കൊടുക്കേണ്ടതില്ല. ഇതിൽ ഈ ഒരു ചൂടിൽ തന്നെ ആ പച്ച കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടും. ഇത് സാധാരണ മീൻ കറിയുടെ ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നുണ്ടാക്കിയതൊരു ചെമ്മീൻ മുളകിട്ടതാണ്. അപ്പോൾ ചെമ്മീൻ മുളകിട്ടതും ചക്കക്കറിയും അപാര കോമ്പിനേഷനായിരുന്നു. അപ്പോൾ പച്ചച്ചക്ക നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്. ഒരിക്കലും മിസ്സാക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.